നമ്മുടെ വീട്ടിൽ തന്നെ ബൈക്കിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് മാറുന്നത് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ് ഇത്. പൾസർ 150 2009 മോഡലാണ്. ബ്രേക്ക് ഫ്ലൂയിഡ് കേബിളും കാലിപ്പറും തമ്മിൽ ജോയിൻ ചെയ്യുന്നിടത്തൊരു നട്ടുണ്ട്. ആ നട്ട് നമ്മൾ ആദ്യം ഊരി മാറ്റണം. ബ്രേക്ക് ഫ്ലൂയിഡിൽ നിന്ന് ഫ്ലൂയിഡ് ഈ നട്ടിനകത്തൂടെയാണ് കാലിപ്പറിലോട്ട് പോകുന്നത്. അതിനുശേഷം ഡിസ്കിൽ കാലിപ്പർ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതിന് നട്ടുണ്ട്. ആ നട്ട് ഊരി മാറ്റണം. വളരെ സിമ്പിളായിട്ട് തന്നെ അത് കാലിപ്പർ നമ്മൾ ഡിസ്കിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് പാഡ് മുഴുവനും തേഞ്ഞ് തീർന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ടും അത് നാലാമത് കഴിഞ്ഞിട്ടും പിന്നെയും നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഓയിൽ അത് നമ്മുടെ വണ്ടിയുടെ പെയിൻ്റുള്ള പോർഷൻ ഭാഗങ്ങളിൽ വീണ് കഴിഞ്ഞാൽ അവിടുത്തെ പെയിൻറ്റ് പോകും. അപ്പോൾ അത് വീഴാതെ നോക്കണം. അതൊന്ന് ശ്രദ്ധിച്ചില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് വണ്ടിയുടെ ഒരു ഭാഗങ്ങളും വീഴാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പുതിയ കാലിപ്പർ സിമ്പിളായിട്ട് വയ്ക്കുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സിമ്പിളായിട്ട് വയ്ക്കുക. അതിനുശേഷം ആ ബ്രേക്ക് ഫ്ലൂയിഡ് കേബിൾ പിടിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് വേറൊരു ചെറിയൊരു പണി കൂടിയുണ്ട്. ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയ കാലിപ്പറാണ്. അത് ഷൂട്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ബ്രേക്ക് ഫ്ലൂയിഡ് ചേമ്പറിൻ്റെ സ്ക്രൂ മാറ്റിയിട്ട് അത് തുറന്നിട്ട് അതിൻ്റെ അകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യണം. അത് തുറക്കുമ്പോൾ കാണാം അതിനകത്ത് എല്ലാ ഓയിലും താഴെവഴിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് ഫില്ല് ചെയ്യണം. ഫ്ലൂയിഡ് ഒഴിക്കുമ്പം പെയിൻ്റുള്ള ഭാഗങ്ങൾ വീഴാൻ നോക്കണം. നേരത്തെ ഒഴിച്ചപ്പം ഫ്ലൂയിഡ് ചേമ്പന്ന വീട്ടിലൊക്കെ വീണിട്ടാണ് അതിൻ്റെ പെയിൻ്റൊക്കെ പോയി വൃത്തിയായിട്ടിരിക്കുന്നത്. ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിച്ചതിന് ശേഷം അത് പമ്പ് ചെയ്യണം. പമ്പ് ചെയ്ത് മുഴുവൻ എയറും വെളിയിലോട്ട് കളയണം. ഫ്ലൂയിഡ് നിറച്ചതിന് ശേഷം അത് പമ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് കാലിപ്പറിലെ എയർ മുഴുവൻ വെളിയിൽ കളയണം. അപ്പോൾ ഈ കാണുന്ന നോബ് വഴിയാണ് പമ്പ് ചെയ്യുന്ന സമയത്ത് എയർ പുറത്തോട്ട് പോകുന്നത്. കംപ്ലീറ്റ് എയറും നമ്മൾ പമ്പ് ചെയ്ത് പുറത്തോട്ട് കളയണം. ഓരോ തവണയും പമ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ നട്ട് ലൂസാക്കണം. ബ്രേക്ക് ഹാൻഡിൽ നന്നായിട്ട് പമ്പ് ചെയ്യുമ്പം അതിനകത്ത് എയർ പുറത്തോട്ട് തള്ളി ഈ ഹോൾ വഴിയാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ എയർ കംപ്ലീറ്റ് ഇങ്ങനെ തന്നെ നമ്മൾ കളയണം. പമ്പ് ചെയ്ത് എയർ കളഞ്ഞതിന് ശേഷം അത് ഹാൻഡിൽ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്തിട്ട് ഈ നട്ട് മുറുക്കണം.
മുറുക്കിയതിന് ശേഷം മാത്രമേ ഹാൻഡിലിൻ്റെ ഹോൾഡ് ചെയ്ത് വിടാവുള്ളൂ. നട്ട് മുറുക്കിയതിന് ശേഷം മാത്രമേ മുറുക്കി പിടിച്ചിരിക്കുന്ന ഹാൻഡിൽ ലൂസാക്കാവുള്ളൂ. ബ്രേക്ക് ഫ്ലൂയിഡ് ചേമ്പറിലുള്ള ഫ്ലൂയിഡ് ഹോസ് വഴി കാലിപ്പറിൽ ചെന്ന് കാലിപ്പറിൽ നിന്ന് പുറത്തോട്ട് നമ്മൾ പ്രസ് ചെയ്തത് കളയാണ്. അതുവഴിയാണ് അത് എയർ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ എയർ അതിൻ്റെ തിന്നു കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടത്തില്ല. അങ്ങനത്തെ മറ്റേ ബബിൾസ് ഉള്ളതുകൊണ്ട് ബ്രേക്ക് കിട്ടാതെ വരും. അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അതിനകത്ത് എയർ മുഴുവൻ പ്രസ് ചെയ്ത് ബ്രേക്ക് ഹാൻഡിൽ പ്രസ് ചെയ്ത് കളയുന്നത്. ഇങ്ങനെ ഒരു 3 തവണയെങ്കിലും ചെയ്യണം. ഇത് റൊട്ടീനായിട്ട് ചെയ്യണം. എന്നാലേ അതിൻ്റെ എയർ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് പോകത്തുള്ളൂ. അങ്ങനെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന എയർ മുഴുവൻ പോയാൽ മാത്രമേ ബ്രേക്ക് കിട്ടത്തുള്ളൂ. ഒരു കുറഞ്ഞത് 3 തവണയെങ്കിലും ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ചേമ്പറിൽ ഫ്ലൂയിഡ് ഒഴിക്കുകയും അത് നമ്മൾ ഹാൻഡിൽ പ്രസ് ചെയ്ത് കാലിപ്പറിൻ്റെ ആ ഹോളിലൂടെ പുറത്തോട്ട് കളയുകയും ചെയ്യണം. അങ്ങനെ ചെയ്താലേ ബ്രേക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലൊരു 3 തവണ ചെയ്തതിന് ശേഷം അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഫ്ലൂയിഡ് ചേമ്പറിൻ്റെ അടപ്പെടുത്ത് നല്ലപോലെ ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. എയർ ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് വയ്ക്കണം.